അമേരിക്കയിലെ ഫ്ലോറിഡയിൽ 25 വയസ്സുള്ള ഒരു യുവാവ് തൻ്റെ മുൻ കാമുകിയെ തട്ടിക്കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്തു കൊല്ലുമെന്ന് ChatGPT-യോട് പറഞ്ഞത് ChatGPT പോലീസിൽ അറിയിച്ചു. ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്രേ. ഇത് പത്രത്തിൽ വന്നത് വായിച്ചപ്പോൾ ഒരു സംഭവം ഓർക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാനഡയിലെ ഒരു മലയാളി കുടുംബത്തിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൻ, അമ്മ, 2 പെൺമക്കൾ, അവരടങ്ങിയ ഒരു ചെറിയ മലയാളി കുടുംബം. അവിടെ അമ്മയും പെൺകുഞ്ഞുങ്ങളും കൂട്ടുകാരെ പോലെയാണ്. അവരടിച്ചും കളിച്ചും തമാശയും കുശുമ്പും ഒക്കെ പറഞ്ഞും സന്തോഷമായി കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം കളിതമാശയ്ക്കിടയിൽ അറിയാതെ ഇളയ മോൾ അമ്മയോടൊരു തെറിവാക്ക് പറഞ്ഞു. അത് കേട്ട ആ അമ്മ ആ ഷോക്കിൽ ഇളയ മോൾക്കിട്ട് ഒരു പൊട്ടിയിൽ കുടിക്കുകയും ചെയ്തു. സാധാരണ നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുന്നത് പോലെ. ഞാൻ പറഞ്ഞല്ലോ, അവരമ്മയും കുഞ്ഞുങ്ങളും കൂട്ടുകാരെ പോലെയാണെന്ന്. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ആ അമ്മ ചെയ്തു പോയതാണ് ഈ കയ്യാങ്കളി. ഏതായാലും പതുപോലെ കിടക്കാൻ നേരം ഇളയവൾ അമ്മയോട് വന്ന് സോറിയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ 2 പേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയും ചെയ്തു. ഞായറാഴ്ച പതുപോലെ ഇംഗ്ലീഷ് പള്ളിയിൽ പോയ അമ്മ പള്ളിയിൽ അച്ഛനെ കണ്ട് കുമ്പസാരിച്ചതാണോ അതോ അച്ഛനോട് സങ്കടത്തോടെ പറഞ്ഞതാണോ എന്നറിയില്ല, മോളെ തല്ലിയ കാര്യം പറഞ്ഞ് കരഞ്ഞു. പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ദാ നിൽക്കുന്ന പോലീസും ചിൽഡ്രൻ സൊസൈറ്റി ടീമും ഒക്കെ. അവർ കരഞ്ഞ് കാലു പിടിച്ചിട്ടും കുഞ്ഞിനെ സൊസൈറ്റിക്കാരങ്ങ് കൊണ്ടുപോയി. ദേഷ്യം കൊണ്ട് അമ്മയും അപ്പനും കൂടി പള്ളിയിൽ പോയി അച്ഛനോട് കാര്യം തിരക്കിയപ്പോൾ കാനഡയിലെ നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം, ശിശുപീഡനങ്ങൾ, ആത്മഹത്യ തുടങ്ങി കൊലപാതകങ്ങൾ വരെ ആരെങ്കിലും വന്ന് കുമ്പസാരിച്ചാൽ അത്തരം വിവരങ്ങൾ അതാത് വകുപ്പുകളെയോ ഏജൻസികളെയോ അറിയിക്കണമെന്നാണത്രേ അവിടുത്തെ നിയമം. നാട്ടിലെ പോലെ ഇവിടെ കുമ്പസാരം രഹസ്യമായ ഒരു കാര്യമല്ലെന്നാണ് ചുരുക്കം. അപ്പോൾ വിശ്വാസികൾക്ക് കുമ്പസാരിക്കണമെങ്കിൽ നാട്ടിൽ വരണം, അല്ലാത്തവർ കുമ്പസാരിക്കണ്ട.